അച്ഛാ, അച്ഛാ എന്താ ഇതൊക്കെ? ആരോടാ അച്ഛൻ ഈ വാശി കാണിക്കുന്നത്? ആരാ നിന്റെ അച്ഛൻ? ഞാൻ നിന്റെ അച്ഛനൊന്നുമല്ല. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ സംഭവിച്ചേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ അച്ഛനല്ല. കള്ളനാണ്, കള്ളൻ. അച്ഛൻ ആരോടാ ഈ വാശി എടുക്കുന്നേ? എന്താ സംഭവിച്ചെന്നൊന്ന് പറ. എന്തിനാ ഇത് ചെയ്തേ? അച്ഛാ, അച്ഛനെ ആരെങ്കിലും ചതിച്ചതാണോ? അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ നിന്റെ അച്ഛനും അല്ല, നീ എന്റെ മോളും അല്ല എന്ന് ഞാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് എന്നെ അറിയില്ല എന്നും പറഞ്ഞ് നീ ഇവിടുന്ന് പോയിക്കോ. ഇല്ലെങ്കിലേ ഇത് വാർത്തയാവും. നിനക്ക് തന്നെയായിരിക്കും നാണക്കേട്. എന്റെ അടുത്തുനിന്ന് പോവാനാ പറഞ്ഞത്. ഇല്ല, എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. അച്ഛൻ എന്തിനു വേണ്ടിയാ എന്നെ പോലും ഓർക്കാതെ ഇതുപോലൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടിയത്? ആരാ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും എന്റെ കയ്യിൽ മറുപടി ഉണ്ടാവില്ല. മറുപടിക്ക് വേണ്ടി എന്റെ മുന്നിലാരും നിൽക്കുകയും വേണ്ട. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ഇറങ്ങി പോവിടുന്ന്. ശരി, അച്ഛന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എനിക്കിനി ഒന്നും പറയാനുമില്ല, ചെയ്യാനുമില്ല. ഇനി എന്നെ വിളിച്ചു പോരുത്. പോലീസുകാര് ചോദ്യം ചെയ്യേണ്ടതുപോലെ ചോദ്യം ചെയ്യും. അറിയാവുന്നതൊക്കെ അപ്പൊ അവരോട് പറഞ്ഞാ മതി. പറഞ്ഞില്ലെങ്കിൽ അവര് പറയിപ്പിക്കും. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ റസാക്കിന് ചെയ്യാം. യെസ് മാഡം.